സംസ്ഥാനത്തെ വ്യാജ ട്രേഡിംഗ് ആപ്പ്, വെർച്വൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള സൈബർ തട്ടിപ്പുകൾ വ്യാപകമാകുന്നു എന്ന വാർത്ത. ട്രേഡിംഗ് ആപ്പ് തട്ടിപ്പിൽ ഒരാഴ്ചക്കിടെ എറണാകുളം സ്വദേശികൾക്ക് 3 കോടിയോളം രൂപ നഷ്ടമായി. എൻ്റെ അമ്മോ, ഇതിനൊരു എൻഡ് ഉണ്ടാകില്ല ഫോർ ഷുവർ. ബിക്കോസ് ഇൻ്റർനെറ്റിൻ്റെ യൂസ് ഭയങ്കരമായിട്ട് കൂടുകയാണ്, ഡിജിറ്റൽ കൺസംഷൻസ് കൂടുകയാണ്. പണ്ട് നമുക്ക് പറയാൻ പറ്റും പ്രായമായവർക്ക് സ്മാർട്ട് ഫോണിലേക്ക് ആക്സസ് ഇല്ല, അതുകൊണ്ട് ഇത് അവരിൽ സംഭവിക്കില്ല എന്നുള്ളത്. പക്ഷേ സ്മാർട്ട് ഫോൺ ആക്സസ് ഉള്ളത് കൊണ്ട് 100% ഇത് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിൽ സൈബറിൻ്റെ ആംഗിളോ ഒരു സൈബർ പോലീസിനോ ഒരു സൈബർ സെക്യൂരിറ്റി വിദഗ്ധനോ ഒക്കെ ചെയ്യാവുന്നതിൻ്റെ ലിമിറ്റേഷൻ ഭയങ്കര കുറവാണ്. 80% അല്ലെങ്കിൽ 40-60% വാഗ്ദാനം ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ഒന്നും നോക്കാതെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നു. ഇപ്പോഴും ആളുകൾ ഒന്നും നോക്കാതെ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര അത്ഭുതമാണ്. വളരെ സോളിഡായിട്ട് നമ്മൾ ഒന്നുകൂടെ റീവെരിഫൈ ചെയ്താൽ മതി, ഇത് സത്യമാണോ ഒന്ന് മറ്റൊരാളുടെ അടുത്ത് ചെക്ക് ചെയ്താൽ ഈ പ്രശ്നം ഇവിടെ ടോട്ടലി സോൾവ് ചെയ്യും. കഴിഞ്ഞ വർഷം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വാർത്തകൾ നൽകിയതാണ്. ഏകദേശം 1500ഓളം പരാതികളാണ് സൈബർ മേഖലയിൽ മാത്രം ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായത്. 300 കോടിയിലധികം രൂപ കേരളത്തിൽ നിന്ന് മാത്രം സൈബർ കൊള്ളക്കാർ അപഹരിച്ചുകൊണ്ട് പോയി എന്നുള്ളതൊക്കെയാണ് കണക്ക്. ഇപ്പോൾ ഈ വർഷം തുടങ്ങി ഏകദേശം 9 ദിവസം മാത്രം പിന്നിടുമ്പോഴാണ് എറണാകുളത്ത് നിന്ന് ഞെട്ടിപ്പിക്കുന്ന കണക്ക് പുറത്തു വരുന്നത്. ട്രേഡിംഗ് ആപ്പ്, അതോടൊപ്പം തന്നെ പരിവാഹൻ തട്ടിപ്പ്, ഇതെല്ലാം വഴി എറണാകുളത്ത് ഈ 9 ദിവസത്തിനിടയിൽ 3 കോടി രൂപയോളം ആളുകൾക്ക് നഷ്ടമായിട്ടുണ്ട്. വ്യാജ ട്രേഡിംഗ് ആപ്പ് വഴി എറണാകുളത്ത് അയ്യപ്പങ്കാവ് സ്വദേശിക്ക് നഷ്ടമായത് 89 ലക്ഷം രൂപയാണ്. മറ്റൊരാൾക്ക് 37 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് അമിത ലാഭം ആശ്രയിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നമെന്ന് സൈബർ വിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട്. ഒരു ട്രേഡിംഗ് കമ്പനിയും 80% ലാഭവും ആർക്കും വാഗ്ദാനം ചെയ്തില്ല. പക്ഷേ ഇവർ ഇതിൽ വിശ്വസിച്ച് ഇതിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം കുറച്ച് ലാഭം ലഭിക്കും. പക്ഷേ പിന്നീട് ആ ലാഭം ലഭ്യമാക്കാതിരിക്കുകയും ഈ പണം പൂർണ്ണമായും ഈ സൈബർ കൊള്ളക്കാർ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ട്രേഡിംഗ് ആപ്പിൻ്റെ കാര്യത്തിലുള്ളത്. വെർച്വൽ അറസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ നമുക്ക് പലതവണ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് അത്തരത്തിലുള്ള അറസ്റ്റ് ഇല്ല, ഒരു ഏജൻസിയും ഒരാളെയും വെർച്വലായി അറസ്റ്റ് ചെയ്യില്ല. പക്ഷേ ഇപ്പോഴും ആളുകൾ അത് വിശ്വസിച്ച് പണം നൽകുന്ന സാഹചര്യമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകളാണ് ഈ വെർച്വൽ അറസ്റ്റ് തട്ടിപ്പിൽ കൂടുതലും ഇരയായിട്ടുള്ളതെന്നാണ്